ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് എസ്തറ്റിക് ഈവനിങ് വ്ളോഗ് ആയാലോ. അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഒന്നിപ്പോൾ മാജിക് വാട്ടർ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ അതിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലും ബോറടിക്കുമ്പോൾ എന്ത് ചെയ്യാനാ ഗൈസ്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഈവനിങ് വ്ളോഗാണ്, എസ്തറ്റിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവില്ല, എന്തായാലും നമുക്ക് നോക്കാം. അത് ആക്കി എനിക്ക് ബോറടിച്ചുകൊണ്ട് ഞാൻ നാടെ അടച്ച് പൂട്ടിയിട്ട് അത് ബാക്കാക്കി വെച്ച്, ബാക്കൊന്നല്ല ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെച്ച്. അപ്പോൾ പുതിയ പെൻസിൽ അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതിനെ കൊണ്ട് എഴുതാണ്ട് എപ്പോഴായാലും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരു ബുക്ക് എടുക്കാം, ആ പെൻസിൽ എടുത്തിട്ട് നമുക്ക് എഴുതാം. ഗൈസ് ഇങ്ങനെ കുറേ ഇങ്ങനെ ഞെക്കി കൊടുക്കുമ്പോൾ വരും കേട്ടോ, മുകളിൽ ഞെക്കി കൊടുക്കുമ്പോൾ വരും. അപ്പോൾ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നെല്ലിക്ക ഞാൻ തിന്നാൻ വെച്ചതാണ്, പകുതി കടിച്ചിട്ട് അവിടെ വെച്ചത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിലെഴുതിയൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, അതൊന്നും എൻ്റെ കട വെറുതെ കുത്തി വരച്ചിട്ട് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ഒരു എസ്തറ്റിക് വൈബൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, മഴ പെയ്തില്ല. വീഡിയോ അതിൻ്റെ ഒപ്പൊക്കെയാണ് ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്നാണ് എഴുതിയിട്ടുള്ളത്, പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗായ്സ് എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എഴുതാനുള്ളൂ വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ ഒരു ലവും വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക്, കുറച്ച് ഡിസൈനൊക്കെ ആവട്ടെ എന്നേ. അപ്പോൾ ഇതാണ് കുറച്ചേ ഉള്ളൂ എൻ്റെ ഈവനിങ് വ്ളോഗൊക്കെ. ഇത്രയൊക്കെ ഉള്ളൂ എസ്തറ്റിക് എന്നൊക്കെ പറയാൻ, അത്രയേ ഉള്ളൂ. അപ്പോഴേക്ക് ഞാൻ കുറച്ചേ മൊന എടുത്തുള്ളൂ, പൊട്ടിയാലോ വിചാരിച്ചിട്ട് ആ മൊനയും ഞാൻ പൊട്ടിച്ചു. അതുകൊണ്ട് വേഗം ഞാൻ പാക്കാക്കിയിട്ട് ആ കവറിൽ തന്നെ ഇട്ട് വെച്ച്. നല്ല മഴ ഗൈസ്, അപ്പം നല്ല മഴയാകുമ്പോൾ നല്ല ബുക്കൊക്കെ വായിച്ചിരിക്കാൻ നല്ല വൈബാണെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ നല്ല അടിപൊളി മഴയൊക്കെ പെയ്തേരം ഞാൻ നല്ല അടിപൊളി കഥാപുസ്തകം, മോറൽ സ്റ്റോറീസാണ് വായിക്കുന്നത്. ഞാൻ നോവലൊന്നും അധികം വായിക്കാറില്ല, മോറൽ സ്റ്റോറീസ് ഇങ്ങനെ നെല്ലിക്കയും കഴിച്ചുകൊണ്ട് വായിച്ച് ഒരു ചാപ്റ്റർ അങ്ങനെ തീർത്ത്, ഒരു കഥ ഞാൻ അങ്ങനെ തീർത്ത്. ഗൈസ് ഇപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, ഇനി കുറച്ച് സമയം വേറെ എന്ത് ചെയ്യാനാ. അപ്പം ഞാൻ വിചാരിച്ചു ടു ഡു ലിസ്റ്റ് എടുത്തിട്ട് ഇന്ന് എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. ഈവനിലാണ് എഴുതുന്നത്, ഇന്ന് എനിക്ക് സ്കൂളുണ്ടായിരുന്നു, അതുകൊണ്ട് ഈവനിങ്ങിന് ടു ഡു എഴുതാമെന്ന് വിചാരിച്ചു. ആ വീട്ടിൽ നിന്ന് തന്നെ കുറേ ടു ഡു ലിസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്. പഠിക്കണം, കുളിക്കണം, പിന്നെന്താ ഷൂട്ട് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടികൾ എനിക്ക് ഇന്നുണ്ട്. അപ്പോൾ ഒരു ദിവസത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമ്മൾ ചെയ്യുന്നൊന്നുമില്ല, എന്തായാലും എന്തൊക്കെ ചെയ്തു നമുക്ക് കാണാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ടു ഡു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പറ. എൻ്റെ അടുക്ക് ഞാൻ നെല്ലിക്കയും കടിച്ച് വെക്കുന്നുണ്ട്, നല്ല പുളിയുണ്ട് കേട്ടോ ഗൈസ് നെല്ലിക്കൊക്കെ. എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ വയലിട്ട് ചമച്ചുകൊണ്ടിരിക്കാൻ നല്ലൊരു രസമാണ്, വൈബാണ്. പക്ഷേ എസ്തറ്റിക് ഒരു വൈബ് വന്നിട്ടാട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ സ്കെലറ്റൽ സിസ്റ്റം പറഞ്ഞിട്ട് സയൻസിൽ എനിക്ക് ഈ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതൊന്ന് വായിച്ച് പഠിച്ച് ഹൈലൈറ്റർ വെച്ച് മാർക്കൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം മാർക്കൊക്കെ ചെയ്ത് തന്നെ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ വായിച്ചു. അതിനിടയ്ക്ക് നെല്ലിക്കയും കഴിച്ചുകൊണ്ടിരുന്നു. നെല്ലിക്കയാണ് ഇപ്പം മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ മെയിൻ താരം എന്ന് പറയുന്നത്. കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വേറെ എന്ത് ചെയ്യാനാ ഗൈസ്. അവൻ ടു ഡു ലിസ്റ്റിൽ ഞാൻ ടിക്ക് കൂട്ടിയിട്ടുണ്ട്, പഠിക്കാനായില്ല ആദ്യം ഉണ്ടായിരുന്നത്. അപ്പം നെല്ലിക്ക കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ ബൈ ഉമ്മ.